ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എംകോം സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ QT ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് ടു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബിസിനസ്, ഇൻഡസ്ട്രീസ് ആൻഡ് മാനേജ്മെന്റ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ്, അതിന്റെ ഫോർകാസ്റ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഓപ്പറേഷൻസ് റിസർച്ച് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ടെക്നിക്സിനെയാണ് QT ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇവിടെ QTക്കകത്ത് we use symbols, numbers and other mathematical expressions. These strategies introduce the concept of quantities ആണ്. സോ എല്ലാത്തിനും നമ്മൾ ഒരു ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ വരുന്നത്. അപ്പോൾ നമ്പേഴ്സിന്റെയും സിമ്പിൾസിന്റെയും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിന്റെയും കാൽക്കുലേഷൻസിന്റെയും ഒക്കെ ഒരു അതിന്റെയൊക്കെ ഒരു ആകമൊത്തമാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ള ഒരു പേപ്പറിൽ നമുക്ക് കാര്യമായിട്ടും പറയാനുള്ളത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ബിസിനസ്സിലും മാനേജ്മെന്റിലും ഇൻഡസ്ട്രിയിലൊക്കെ എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്, അതിന്റെ ആപ്ലിക്കേഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കുമ്പോൾ ബിസിനസ്സിൽ സെയിൽസ് ഫോർകാസ്റ്റിംഗിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാർക്കറ്റ് റിസർച്ച് ആൻഡ് അനാലിസിസ്, ഇൻവെന്ററി മാനേജ്മെന്റ്, പ്രൈസിംഗ് ഡിസിഷൻ, ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് ബജറ്റിംഗ്, ഇതിനെല്ലാം ബിസിനസ്സിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഇൻഡസ്ട്രി ഫീൽഡിലേക്ക് വരുമ്പോൾ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, ക്വാളിറ്റി കൺട്രോൾ, പ്രൊഡക്റ്റ് ഷെഡ്യൂളിങ്, ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ്, മെറ്റീരിയൽസും മെഷീനും ലേബറൊക്കെ ഒപ്റ്റിമൽ യൂസേജ്, മെയിൻ്റനൻസ് ഷെഡ്യൂളിങ്, ഇത്തരം എല്ലാ കാര്യത്തിലും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാനേജ്മെന്റിലാവട്ടെ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി സിറ്റുവേഷനിലെ ഡിസിഷൻ മേക്കിംഗ്, സ്ട്രാറ്റജിക് പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ഫെസിലിറ്റി ലൊക്കേഷൻ ആൻഡ് ലേഔട്ട്, പെർഫോമൻസ് ഇവാലുവേഷൻ, ഇതിനെല്ലാം QT യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇതെല്ലാമാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി നമുക്ക് QTക്കകത്ത് കാര്യമായിട്ടും വരുന്ന കുറച്ച് ടെർമിനോളജീസ് ഒക്കെയാണ് പറയുന്നത്. ആദ്യം തന്നെ പറയുന്നത് മെയിനായിട്ട് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പോസിബിലിറ്റി എന്ന് പറയില്ലേ, ചാൻസ് ഓഫ് ഒക്കറൻസ് ഓർ നോട്ട് ഒക്കറൻസ് ഓഫ് ആൻ ഇവന്റ്, നമ്മളൊരു സാധ്യത പറയില്ലേ, അതിനാണ് സിംപ്ലി പോസിബിലിറ്റി എന്ന് പറയുന്നത്. അതിന് നമ്മൾ QTക്ക് വരുമ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നു. സോ നമ്മൾ ഡെയിലി കോൺവെർസേഷനിലും ദ വേർഡ് പോസിബിൾ, ചാൻസ്, ലൈക്ലിഹുഡ് എക്സെട്ര ആർ കോമൺലി യൂസ്ഡ് ഫോർ റെപ്രസെന്റിങ് ദ മീനിങ് ഓഫ് പ്രോബബിലിറ്റി അല്ലെ. പ്രോബബിലിറ്റി നമ്മൾ പോസിബിലിറ്റി, പോസിബിൾ ചാൻസ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ the rain may come today, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, നമ്മളൊരു പ്രിഡിക്ഷൻ പോലെ പറയുന്നത്. നമ്മൾ പലപ്പോഴും മഴക്കാറ് കണ്ടിട്ടോ അല്ലെങ്കിൽ മഴക്കാലം ആവുമ്പോഴൊക്കെ നമ്മൾ പറയാലോ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, സാധ്യതയാണ്, അവിടെ ഒരു സെർട്ടനിറ്റി പറയുന്നില്ല, പോസിബിലിറ്റി ആണ് പറയുന്നത്. അതിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് പ്രോബബിലിറ്റി ഈസ് ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് കൺസേണിംഗ് ന്യൂമറിക്കൽ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ഹൗ ലൈക്ലി ആൻഡ് ഇവന്റ് ഈസ് ടു ഒക്കർ, ഒരു സംഭവം നടക്കാനുള്ള സാധ്യതയാണ് പറയുന്നത്. or likely it is the proposition is true, അതായത് നടക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ യെസ്, ഇല്ല എന്ന് പറയുമ്പോൾ നോ എന്നുള്ളതാണ് പറയുന്നത്. The probability of an event is a number between 0 and 1. സീറോന്റെയും 1ന്റെയും ഇടയിലായിരിക്കും പ്രോബബിലിറ്റി ഉണ്ടാവുക. 0 ഒരു കാര്യം നടക്കാനുള്ള ചാൻസ് 0 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇംപോസിബിലിറ്റി ഓഫ് an event, ഒരിക്കലും സംഭവിക്കാത്തതാണ് 0 വരെ. 1 എന്ന് പറയുമ്പോൾ ഫുൾ പോസിബിലിറ്റി ആണ്, അത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് 1 വരെ. അപ്പൊ അതിന്റെ ഇടയിലായിരിക്കും 0ന്റെയും 1ന്റെയും ഇടയിലുള്ള നമ്പർ ആയിട്ടേക്കാരം പ്രോബബിലിറ്റി വരുന്നത്. ഓക്കെ, ഇനി കുറച്ച് അധികം ടേംസിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഈ ഒരു പേപ്പറിലുടനീളം നമ്മൾ കേൾക്കാൻ പോകുന്ന കുറച്ച് ടെർമിനോളജീസ് ആണ്. ഇതെന്താന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് റാൻഡം എക്സ്പെരിമെന്റ് ആണ്. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെരിമെന്റ് എന്നുള്ളത് 2 or more ഔട്ട്കംസ് ഉണ്ടാവും which vary in unpredictable manner from trial to trial when conducted under uniform conditions is called a random experiment. അപ്പോൾ ഒരു എക്സ്പെരിമെന്റ് അതിന് 2 അതിൽ കൂടുതലോ ഔട്ട്കംസ് ഉണ്ടാവും. ദെൻ അതിൽ തന്നെ അത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അതിന്റെ ഔട്ട്കം എന്താ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ട്രയൽ ടു ട്രയൽ ഓരോ ട്രയൽസ് എടുക്കുമ്പോഴും അതിൽ എന്തായിരിക്കാം അതിന്റെ ഔട്ട്കം എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു യൂണിഫോം കണ്ടീഷനിൽ നടത്തുന്ന ട്രയൽസിൽ നിന്നും വരുന്ന അത്തരം എക്സ്പെരിമെന്റ്സിനെയാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഇത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും.
യൂണിഫോം കണ്ടീഷൻസ്, ട്രയൽ ടു ട്രയൽ, ഔട്ട്കംസ് എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻസ് വരും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുക എന്നുള്ളതൊരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് എന്താണ്? കോയിൻ ടോസ് ചെയ്താൽ ഒന്നുകിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടൈല് വരും എന്നുള്ളതാണ് അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ്. അതുപോലെ തന്നെ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് റാൻഡം ആവും എന്നുള്ളതിൽ ഇറ്റ് ഹാസ് മോർ ദാൻ വൺ റിസൾട്ട്, ഒന്നിൽ കൂടുതൽ റിസൾട്ട് വേണം. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഒന്നേ ഉണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ അത് എക്സ്പെരിമെൻ്റ് ആവില്ല. അത് ഷുവറാണ്, ഒരു ഷുവർട്ടിയിൽ പറയാൻ പറ്റും. സോ റാൻഡം എക്സ്പെരിമെൻ്റ് ആകുമ്പോൾ ഇറ്റ് ഹാസ് മോർ ദാൻ വൺ റിസൾട്ട്. ദ റിസൾട്ട്സ് ആർ അൺപ്രഡിക്റ്റബിൾ. നമുക്ക് റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് അതൊന്ന് പറഞ്ഞു നോക്കാം, ഹെഡ് ആയിരിക്കാമെന്ന് പറയാം, പക്ഷെ ഹെഡ് ആവണം ഒരു ഉറപ്പില്ല, ഹെഡ് ആവണം ടെയിലാവും. സോ അൺപ്രഡിക്റ്റബിൾ ആണ്. ദെൻ ദ എക്സ്പെരിമെന്റ് ഈസ് റിപ്പീറ്റബിൾ. നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. കോയിൻ ഇങ്ങനെ ഒരു വട്ടം ടോസ് ചെയ്യുന്നത് ഒരു ട്രയൽ എന്ന് പറയാം. ട്രയൽ ടു ട്രയൽ നമുക്കിത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് റാൻഡം എക്സ്പെരിമെന്റിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ടേം ആണ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. സോ സാമ്പിൾ പോയിന്റ്, എവറി ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് എ സാമ്പിൾ പോയിന്റ് ഓഫ് ദാറ്റ് എക്സ്പെരിമെന്റ്. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ നമ്മൾ ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് എന്ന് പറയുന്നില്ല, ആ ഔട്ട്കംസിനെയാണ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടുക എന്നുള്ളത് ഒരു എന്താണ് ആ റാൻഡം എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ പോയിന്റ് ആണ്. ഹെഡ് കിട്ടുക എന്നുള്ളത് ഒരു സാമ്പിൾ പോയിന്റും ടൈല് കിട്ടുക എന്നുള്ളത് ഒരു സാമ്പിൾ പോയിന്റും ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു ടെർമിനോളജി വരുന്നത് സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് ദ സെറ്റ് ഓഫ് പോസിബിൾ ഔട്ട്കം ഓഫ് ദാറ്റ് റാൻഡം എക്സ്പെരിമെന്റ്. അതായത് ഒരു റാൻഡം എക്സ്പെരിമെന്റ് നമ്മൾ നടത്തുമ്പോൾ അതിന് ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടാവും എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സോ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡും ടെയിലും, അതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെഡ് ടെയിൽ രണ്ടെണ്ണം വരുന്നുണ്ട്, രണ്ടാണ് സാമ്പിൾ സ്പേസ് വരുന്നത്. ഇനി നമ്മൾ രണ്ട് കോയിൻസ് ആണ് സൈമൾട്ടേനിയസ്ലി ടോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രണ്ടും ചെയ്യാണ്. അപ്പൊ ഇവിടെ ഒരു റിസൾട്ട് ഉണ്ടാവും, ഇവിടെ ഒരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ ഹെഡും വരാം, അല്ലെങ്കിൽ ടെയിലും വരാം, അല്ലെങ്കിൽ ഫസ്റ്റിൽ ഹെഡും രണ്ടാമത്തിൽ ടെയിലും വരാം, അല്ലെങ്കിൽ ഫസ്റ്റിൽ ടെയിലും രണ്ടാമത്തിൽ ഹെഡും വരാം. അങ്ങനെ ഒരു നമ്മൾ 2 കോയിൻസ് വെച്ചിട്ടാണ് റാൻഡം എക്സ്പെരിമെന്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 4 സാമ്പിൾ പോയിന്റ് ഉണ്ട്. ആ 4 കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടേം ഇവന്റ് ആണ്. ഇവന്റ് എന്ന് പറയുമ്പോൾ വൺ ഓർ മോർ പോസിബിൾ ഔട്ട്കം ഓഫ് ആൻ എക്സ്പെരിമെന്റ് ഈസ് സെഡ് ടു ഫോം ആൻ ഇവന്റ്. സോ ആൻ ഇവന്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ്. ഒരു സാമ്പിൾ സ്പേസിന്റെ ഒരു സബ്സെറ്റിനെയാണ് ഇവന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ 2 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ രണ്ടും ഹെഡ് കിട്ടുക എന്നുള്ളത് ഒരു ഇവന്റ്, ഈ ഒരു ഇവന്റ് ആണ്. രണ്ടും ടെയില് കിട്ടുക എന്നുള്ളത് മറ്റൊരു ഇവന്റ്. ഒരു ടെയിലും ഒരു ഹെഡും കിട്ടുന്നത് ഒരു ഇവന്റ്, ഒരു ഹെഡും ഒരു ടെയിലും കിട്ടുന്നത് മറ്റൊരു ഇവന്റ്. അതാണ് ഇവന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവന്റ്സിൽ സിമ്പിൾ ഇവന്റും കോമ്പൗണ്ട് ഇവന്റും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. So when 2 coins are tossed, getting 2 heads is a simple event. 2 coin toss ചെയ്യുമ്പോൾ 2 head കിട്ടുന്ന ഒരു simple event ആണ്. When a coin is tossed twice, getting head in both tosses നെയാണ് എക്സാമ്പിൾ ആയിട്ട്, കോമ്പൗണ്ട് ഇവന്റിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അത് ഒരേ കോയിൻ തന്നെ നമ്മൾ 2 വട്ടം ടോസ് ചെയ്യുമ്പോൾ എന്താണ് രണ്ടിലും ഹെഡ് തന്നെ കിട്ടുക എന്നുള്ളതിനെയാണ് കോമ്പൗണ്ട് ഇവന്റ് ആയിട്ട് പറയുന്നത്. അവിടെ 2 ട്രയൽ നടത്തിയിട്ടാണല്ലോ എടുക്കുന്നത്, അതിനെയാണ് കോമ്പൗണ്ട് ഇവന്റ് എന്ന് പറയുന്നത്. നമുക്ക് QT ഒരു ബേസിക്കലി ഒരു പ്രോബ്ലം പേപ്പർ ആണെങ്കിലും തിയറി ക്വസ്റ്റ്യൻസും ഒരുപാട് വരും. അപ്പൊ നമുക്ക് പ്രോബ്ലം ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ തിയറി മര്യാദയ്ക്ക് പഠിച്ച് എഴുതാൻ പറ്റിയാൽ തന്നെ നമുക്ക് പാസ് മാർക്ക് കിട്ടും. വലിയ മാർക്കൊന്നും തിയറി കൊണ്ട് മാത്രം നമുക്ക് നേടാൻ പറ്റില്ല, കാരണം ഇതൊരു പ്രോബ്ലം പേപ്പർ ആണ്. എനിവേ നമുക്ക് പാസ് ആവാനുള്ളതൊക്കെ തിയറി വെച്ചും പറ്റും. സോ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കല് തിയററ്റിക്കലി ക്വസ്റ്റ്യൻ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഇവന്റ്സിന് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. സർട്ടൈൻ ഇവന്റ്, ഇമ്പോസിബിൾ ആൻഡ് അൺസർട്ടൈൻ ഇവന്റ് എന്നൊരു ക്ലാസിഫിക്കേഷനും, ഈക്വലി ലൈക്ലി ഇവന്റ്സ് ഉണ്ട്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സും, എക്സോസ്റ്റീവ് ഇവന്റ്സും, കോംപ്ലിമെന്ററി ഇവന്റ്സും ഒക്കെയാണ് ഉള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് സർട്ടൈൻ, ഇമ്പോസിബിൾ ആൻഡ് അൺസർട്ടൈൻ ഇവന്റ്സ്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സർട്ടൈൻ ഇവന്റ് എന്ന് പറയുന്നത് ഒരു ഇവന്റ്, അതിന്റെ ഒക്കുറൻസ് ഇന്നോവേറ്റബിൾ, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ഉറപ്പായിട്ട് നടക്കുന്ന ഇവന്റിനെയാണ് സർട്ടൈൻ ഇവന്റ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഒരു ബോക്സ്, ആ ബോക്സിൽ ഫുൾ വൈറ്റ് ബോൾസ് ആണ്. ഫുൾ വൈറ്റ് ബോൾസ് കൊണ്ട് നിറഞ്ഞൊരു ബോക്സിൽ നിന്നും ഒരു ബോൾ എടുക്കുമ്പോൾ അത് വൈറ്റ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1 ആണ്.
certain ഇവന്റ്, കാരണം അതിൽ മൊത്തത്തിലും വൈറ്റ് ബോൾസ് ആണ് ഉള്ളത്, പിന്നെ അതിന് വേറൊരു കളർ ബോൾ കിട്ടില്ല. സോ അത്തരത്തിലുള്ള ഇവന്റ്സിനെയാണ് നമ്മൾ certain ഇവന്റ് പറയുന്നത്. ഇനി ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കാത്ത ഇവന്റ്, അതായത് 0% പ്രോബബിലിറ്റി ഉള്ള ഇവന്റ്. അതായത് വൈറ്റ് ബോൾസ് കൊണ്ട് നിറഞ്ഞ ബോക്സിൽ നിന്നൊരു ബോൾ എടുക്കുമ്പോൾ അത് ബ്ലാക്ക് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 0, നടക്കില്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. അതിനെയാണ് ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയുന്നത്. ഇനി അൺസർട്ടൈൻ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാൻ പറ്റാത്ത, ഇറ്റ് മേ ഓർ മേ നോട്ട് ബി എന്നുള്ളതാണ്. അതായത് ഒരു ബോക്സിൽ ഇപ്പോൾ എന്താണ് ഒരു 5 വൈറ്റ് ബോൾസും 5 ബ്ലാക്ക് ബോൾസും ആണെങ്കിൽ അതിന്ന് ഒരു ബോൾ എടുക്കുമ്പോൾ അത് വൈറ്റ് ആവാനുള്ള ചാൻസ്, വൈറ്റ് ആവാം ആവാതിരിക്കാം, ബ്ലാക്ക് ആവാനുള്ള ചാൻസ് ബ്ലാക്ക് ആവാം ആവാതിരിക്കും, കാരണം അതിന് 2 കളറും ഉണ്ട്. ഇപ്പൊ 2 അല്ല എത്രണ്ണമായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ളതിനെയാണ് അൺസർട്ടൈൻ ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈക്വലി ലൈക്ലി ഇവന്റ്സ് ഉണ്ട്. ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്ന് പറയുന്നത് 2 or more ഇവന്റ്സ്, അവിടെ ഒരു 2 or കൂടുതൽ ഇവന്റ്സ് വേണം. സെറ്റ് ടു ബി ഈക്വലി ലൈക്ലി ഇഫ് എനി വൺ ഓഫ് ദം cannot be expected to occur in preference to others. അതായത് 2 അതിൽ കൂടുതലോ ട്രയൽസ് ഇവന്റ്സ് നടത്തുമ്പോൾ ഒന്നിന് മറ്റൊന്നിനേക്കാൾ ഒരു പ്രിഫറൻസ് വരുന്ന രീതിയിലുള്ള ഇവന്റ് അങ്ങനെ ആവില്ല എന്നുള്ളതാണ്. നോട്ട് ബി എക്സ്പെക്ടഡ് ടു ഓക്കർ ഇൻ പ്രിഫറൻസ് ടു ദ അതേഴ്സ്. ഇതും ഒരു ഇൻഫ്ലുവൻസ് വരുന്നില്ല. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗെറ്റിംഗ് ഹെഡ് ഓർ ഗെറ്റിംഗ് ടെയിൽ വെൻ എ കോയിൻ ഈസ് ടോസ്ഡ് എന്നുള്ളത്. ഇത് ഹെഡ് കിട്ടുക എന്നുള്ളത്, ഹെഡോ ടെയിലോ എന്നുള്ളതിന് ഹെഡ് കിട്ടാനാണ് പ്രിഫറൻസ് കൂടുതൽ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും ആവാം. ഈക്വലി ലൈക്ലി ആണ്, രണ്ടിനും ഒരേ അതാണ് ഈക്വലി ലൈക്ലി ഇവന്റ്സ്. ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സംഭവിച്ചാൽ പിന്നെ മറ്റൊന്ന് സംഭവിക്കൂല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഒരു ഇവന്റ് നടന്നു, ആ ഇവന്റ് നടക്കുന്നത് അതിന്റെ വേറൊരു ഇവന്റ് ഉണ്ടാവും, രണ്ടാമത്തെ ഇവന്റിനെ പൂർണ്ണമായിട്ടും തടയുന്ന രീതിയിൽ. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് ഒരു കോയിൻ ടോസ് ചെയ്യാണ്, ഒറ്റ ട്രയൽ ടോസ് ചെയ്യാണ്. അപ്പൊ ഹെഡ് കിട്ടി, ഒരു ട്രയലുള്ളൂ. ഹെഡ് കിട്ടിയ പിന്നെ ടെയിൽ കിട്ടുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. രണ്ടിലേതെങ്കിലും ഒന്ന് എന്നുള്ളതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. നമുക്ക് ഹെഡ് കിട്ടുന്നതോടുകൂടി ടെയിൽ കിട്ടുക എന്ന് പറയുന്നത്, ഹെഡ് കിട്ടില്ല എന്നുള്ളത് ടെയിൽ കിട്ടുന്നതിന് അതിനെ തടയുന്ന പോലെയാണ്. പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഒരൊറ്റ ഇവന്റ് ആണ് നമ്മൾ ചെയ്യുന്ന, ഒരൊറ്റ ട്രയൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഹെഡ് കിട്ടിയാൽ പിന്നെ ആ ഒരു ഇവന്റ് കഴിഞ്ഞില്ലേ, അതിൽ പിന്നെ ടെയിൽ കിട്ടുക എന്നുള്ളൊരു കാര്യം ഇല്ല. അതിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറയുന്നത്. ഇനി എക്സോസ്റ്റീവ് കേസസ് പറയുന്നുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് ഇവന്റ് ഈസ് സെഡ് ടു ബി എക്സോസ്റ്റീവ് when it includes all possible outcomes of the random experiment under consideration. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 1, 2, 3, 4, 5 and 6 ടുഗദർ വിൽ ഫോം എക്സോസ്റ്റീവ് കേസസ്. ഇതിന് എല്ലാത്തിനും നമ്മൾ എക്സോസ്റ്റീവ് കേസ് ആയിട്ടാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ദ റാൻഡം എക്സ്പെരിമെന്റ് അണ്ടർ കൺസിഡറേഷൻ. എല്ലാത്തിനെയും, ഒരു ഡൈ എന്ന് പറഞ്ഞാൽ അതിന് 6 ഓപ്ഷൻസേ ഉള്ളൂ. ഒരു ഡൈ നമ്മൾ എങ്ങനെ എറിഞ്ഞാലും ഈ 6 ഒന്നായിട്ടേ അത് നിൽക്കുള്ളൂ. സോ അതിനൊക്കെയാണ് എക്സോസ്റ്റീവ് കേസസ് എന്ന് പറയുന്നത്. ദെൻ കോംപ്ലിമെന്ററി ഇവന്റ്സ് എന്ന് പറയുന്നത് ഇവന്റ് എ ആൻഡ് ഇവന്റ് A does not occur. Even A occur എന്നുള്ളതും even A does not occur are called complementary events. A does not occur is denoted by A, അതിൻ്റെ ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് C ഇടുന്ന പോലെയാണ് പറയുന്നത്. അത് ഒന്ന് അതിൻ്റെ ഓപ്പോസിറ്റ്. A occurs and event A occurs and event A not occur എന്നുള്ളതിനെ കോംപ്ലിമെന്ററി ഇവന്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി യൂണിയൻ ഓഫ് ഇവന്റ്സ് പറയുന്നുണ്ട്. യൂണിയൻ ഓഫ് 2 ഇവന്റ്സ് A and B ഡിനോട്ട് ചെയ്യുക A, എന്നിട്ട് U, നമ്മളൊരു U ഇട്ടിട്ട് B എന്നുള്ളതിൻ്റെ അർത്ഥം A യൂണിയൻ B എന്നുള്ളതാണ്. ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് സാമ്പിൾ പോയിന്റ് ഇൻ A or B. അതായത് എക്സാമ്പിൾ A എന്ന് പറയുന്നത് നമ്മൾ ഡൈ ത്രോ ചെയ്യുമ്പോൾ 1, 2, 3, 4 ആണെന്ന് കരുതാം. B എന്ന് പറഞ്ഞാൽ 3, 4, 5, 6 ആണെന്നുണ്ടെങ്കിൽ ദെൻ A യൂണിയൻ B എന്ന് പറയുമ്പോൾ എന്താ കാര്യം 1, 2, 3, 4, 5, 6. അതായത് എയും ബിയും കൂടി അങ്ങ് കൂട്ടി എഴുതുന്നതാണ്. ഇവിടെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. എയില് 1, 2, 3, 4ഉം ബിയില് 3, 4, 5, 6ഉം ആണെന്നുള്ളത്. എയിലും 3, 4 ഉണ്ട്, ബിയിലും 3, 4 ഉണ്ട്. അത് എഴുതിയിട്ട് അത് 2 വട്ടം എഴുതില്ല. 1ഉം 2ഉം 3ഉം 4ഉം 5ഉം 6ഉം എല്ലാത്തിനും ഓരോ പ്രാവശ്യമായിട്ട് അങ്ങനെ കൂട്ടി എഴുതാണ് ചെയ്യാം. ദ ഔട്ട്കംസ് കോമൺ ടു എ ആൻഡ് ഓൾസോ
എ ആൻഡ് ബി വിൽ ഓൾസോ ബി പ്രസന്റ് ഇൻ എ യൂണിയൻ ബി. എ യൂണിയൻ ബി ആകുമ്പോൾ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ഔട്ട്കംസ്, അപ്പൊ ഇവിടെ നമ്മൾ 3ഉം 4ഉം എയിലും ബിയിലും ഉണ്ടെന്ന് പറഞ്ഞു, അതും എ യൂണിയൻ ബിയിൽ എഴുതും, മൊത്തം എഴുതുന്നാണ് പറയുന്നത്. ഇനി ഇന്റർസെക്ഷൻ ഓഫ് ടു ഇവന്റ്സ് ഉണ്ട്, അത് യൂണിയന്റെ ഓപ്പോസിറ്റ് വരെ വരാം. ഇന്റർസെക്ഷൻ ഏതാ? എ യൂണിയൻ നമ്മുടെ യു ഇട്ടില്ലേ, അപ്പൊ ഇന്റർസെക്ഷൻ യു നേരെ തല കുത്തിയിട്ടാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളതാണ്. സോ നമ്മൾ നേരത്തെ കേസിൽ എയില് 1 2 3 4ഉം പറഞ്ഞു, ഡൈ ത്രോ ചെയ്യുന്ന എ എന്നുള്ള ഇവന്റ് ആണ്. അതുപോലെ ബിയില് 3 4 5 6ഉം പറഞ്ഞു. സോ ഇതിൽ രണ്ടിലും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ, എയിലും ഉണ്ട് ബിയിലും ഉണ്ട് എന്നുള്ളത് 3 4 ആണ്. സോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 3,4, 3ലും 3യും 4ഉം ആണ്. എയിലും ബിയിലും കൂടി രണ്ടിലും കൂടി വരുന്നത് 3യും 4 ആണ്. അതിനാണ് ഇന്റർസെക്ഷൻ ഓഫ് ടു ഇവന്റ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഇവന്റ്സും അതിന്റെ ക്ലാസിഫിക്കേഷനും. ഇനി ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് ഇവന്റ്സ് പറയുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറയുമ്പോൾ 2 or more events are said to be independent if the occurrence of one of them is no way affects the occurrence of the other or others. അതായത് ഒരു ഇവന്റ് സംഭവിക്കുന്നത് മറ്റേ ഇവന്റിനെ ബാധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്. അതേസമയം ഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറയുമ്പോൾ ഡിപെൻഡന്റ് ആണ്, ഒന്ന് സംഭവിക്കുന്നത് മറ്റൊന്നിനെ സംഭവിക്കുന്നതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി, ഏത് രീതിയിലാണെങ്കിലും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 52 കാർഡ്സിന്റെ ഒരു പാക്കാണ്. നമ്മൾ ആദ്യത്തെ കാർഡ് ഡ്രോ ചെയ്തു, ദെൻ അപ്പൊ ബാക്കി 52 ഒന്ന് നമ്മൾ എടുത്തു മാറ്റി വെച്ചാൽ 51 ഉള്ളൂ. സോ ഇനി അടുത്തത് എടുക്കുമ്പോൾ വിത്തൗട്ട് റീപ്ലേസിങ് ദ ഫസ്റ്റ്, ആദ്യം മാറ്റി വെച്ചത് അതിനെ തിരിച്ചു വെക്കാതെ പിന്നെ എടുക്കുന്നത് 51 അപ്പൊ ആദ്യം മാറ്റി വെച്ചതിന്റെ ചാൻസ് പോയി. സോ ഫസ്റ്റ് നടന്ന ട്രയൽ അല്ലെങ്കിൽ ഇവന്റിനെ മറ്റതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെ അത്തരത്തിലുള്ള ഇവന്റ്സിനെയാണ് ഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ പറയാനുള്ളത് പ്രോബബിലിറ്റി അണ്ടർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പെൻഡൻസ് പറയുന്നുണ്ട്. സോ 2 or more events are said to be statistically dependent. രണ്ടോ അതിൽ കൂടുതലോ ഇവന്റ്സ് സ്റ്റാറ്റിസ്റ്റിക്കലി ഡിപ്പെൻഡന്റ് ആണെന്ന് പറയുന്നത് ഇഫ് ദ ഒക്കറൻസ് ഓഫ് എനി വൺ ഇവന്റ് അഫക്ട്സ് ദ പ്രോബബിലിറ്റി ഓഫ് അക്കറൻസ് ഓഫ് ദി അതർ ഇവന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇവന്റ് സംഭവിക്കുന്നത് മറ്റേ ഇവന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. സോ ഇവിടെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പെൻഡൻസ്, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ജോയിന്റ് പ്രോബബിലിറ്റി, മാർജിനൽ പ്രോബബിലിറ്റി ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി പറയുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ആണ്. ആദ്യം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോഫിറ്റ്സ് ഒരു പെർട്ടിക്കുലർ പീരിയഡിലെ പ്രോഫിറ്റ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഒരു ഫേമിൽ ഇൻഡസ്ട്രി ക്ലാസിഫൈ ദ ഡാറ്റ ഇൻ ടു 2 columns വിത്ത് ക്ലാസ് ഇന്റർവെൽസ് ഫോർ പ്രോഫിറ്റ് ഇൻ ദ ഫസ്റ്റ് കോളം ആൻഡ് കറസ്പോണ്ടിങ് ക്ലാസസ് ഫ്രീക്വൻസീസ് ഇൻ ദ സെക്കൻഡ് കോളം. ജസ്റ്റ് ആലോചിച്ചാൽ മതി, നമ്മൾ ആദ്യം മുതലേ ചെയ്തു വരുന്ന ക്ലാസ് ഇന്റർവെൽസ് ഫസ്റ്റ് കോളത്തിലും കൊടുക്കും, ദെൻ ഓരോ ക്ലാസ് ഇന്റർവെൽസിലും വരുന്ന പ്രോഫിറ്റ്സിന്റെ എത്രയാന്നുള്ളത് അതിന്റെ ഫ്രീക്വൻസീസ് സെക്കൻഡ് കോളത്തിൽ കൊടുക്കുന്ന രീതിയിലാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരിക. അതേസമയം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതും ഓൾസോ 2 column പ്രസന്റേഷൻ ആണ് വിത്ത് വാല്യൂസ് ഓഫ് ദ റാൻഡം വേരിയബിൾ ഇൻ ദ ഫസ്റ്റ് കോളം. റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് ആണ് ഫസ്റ്റ് കോളത്തിൽ വരിക, ക്ലാസ് ഇന്റർവെല്ലിൽ ആവില്ല. ആൻഡ് ദ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് ഇൻ ദ സെക്കൻഡ് കോളം, സെക്കൻഡ് കോളത്തിൽ പ്രോബബിലിറ്റീസ് ആയിരിക്കാം കൊടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രോബബിലിറ്റിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോസ് എപ്പോഴും നമ്മൾ ഒന്നിക്ക് കോയിൻ ടോസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഡൈസ് ത്രോ ചെയ്യുന്നതൊക്കെ കാരണം പ്രോബബിലിറ്റിയിൽ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ നമുക്ക് മാറ്റിപ്പിടിക്കൊക്കെ ചെയ്യാം, പക്ഷെ ഇതാണ് സാധാരണയായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു രീതി. എനിവേ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ പോസിബിൾ ഔട്ട്കംസ് എന്തൊക്കെയായിരിക്കാം? ഒരു ഫെയർ കോയിൻ. ഇനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കോയിന് 2 times ട്വൈസ് ടോസ് ചെയ്യുന്നതിന്റെ ആണ് ഈ എക്സാമ്പിൾ. അപ്പൊ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്, ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ ടോട്ടൽ 4 പോസിബിൾ ഔട്ട്കംസ് ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. അതിൽ ഫസ്റ്റ് ടോസ്, സെക്കൻഡ് ടോസ്, ഒന്ന് ഹെഡ് ഹെഡ് അല്ലെങ്കിൽ ഹെഡ് ടൈല്, ടൈല് ഹെഡ്, ടൈല്, ഈ 4 വരുള്ളൂ. ഒരു കോയിൻ നമ്മൾ 2 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ ഈ 4ൽ ഏതെങ്കിലും ഒന്നായിരിക്കാം സംഭവിക്കുക. സോ നമ്പർ ഓഫ് ഹെഡ്സ് ഓൺ 2 ടോസസ്, 2 ടോസിലും ഹെഡുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനിൽ വരുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഇവന്റ് ആയിട്ട് വരുന്നത് ഹെഡും, അപ്പോൾ അവിടെ 2 ഹെഡ് ഉണ്ട്. രണ്ടാമത്തതിൽ 1 ഹെഡ്, മൂന്നാമത്തതിലും 1 ഹെഡ്, നാലാമത്തത് പിന്നെ 2 ടോസിലും ടെയിൽ തന്നെ കിട്ടുന്നത്, അവിടെ 0 ഹെഡ്സ് ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ
പ്രോബബിലിറ്റി ഓഫ് പോസിബിൾ ഔട്ട്കംസ്, ഈ പോസിബിൾ ഔട്ട്കംസിന്റെ പ്രോബബിലിറ്റി. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യാന്ന് പറയുമ്പോൾ ഹെഡ് ടെയില്, അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണെങ്കിൽ ഹെഡിനുള്ള ചാൻസ് 0.5 ടൈലിലുള്ള ചാൻസ് 0.5 ആണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് പോസിബിൾ ഔട്ട്കംസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഏതാണെങ്കിലും ഹെഡ് ആവാനും ടെയിൽ ആവാനുള്ള ചാൻസ് 0.5 ആയതുകൊണ്ട് തന്നെ 0.5 into 0.5 0.25. അതുപോലെ തന്നെ കാരണം 4 ഇവന്റിലും വരും, കാരണം ഹെഡിനും ടൈലിനും ഒരേ പ്രോബബിലിറ്റി ആണ് 0.5 ആണ്. സോ ടോട്ടൽ വരികയാണെങ്കിൽ 0.25 0.25 0.25 0.25 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിട്ട് വരും. നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 0-ന്റെയും 1-ന്റെയും ഇടയിലായിരിക്കാം. 1 അതിന്റെ മാക്സിമം ആയിരിക്കാം, 1-ൽ കൂടുതൽ വരില്ല കേട്ടോ. നമ്മളെ പ്രോബബിലിറ്റി കാണുമ്പോൾ 1-ൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിലൊരു മിസ്റ്റേക്ക് അല്ലേ വരുന്നത്. സോ അതാണ് ഇവിടെ നമ്മൾ ഈ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നത്. ഓക്കെ.